ഒരാള് കപ്പയൊക്കെ ഉണങ്ങി വെച്ചത് കേട്ടോ. ഇത് എണ്ണക്കകത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഉപ്പേരി പോലെ വറുത്ത് കിട്ടും. ഇത് കപ്പ ഏതാന്നറിയോ? നമ്മള് വേനൽക്കാലത്ത് ഉണങ്ങിയില്ലേ, ഉണങ്ങിയിട്ട് രണ്ടാമത് കപ്പ ഇട്ടപ്പം കളച്ചപ്പം കിട്ടി, കുഴിയിലിരുന്നു. അത് ഞാൻ മാറ്റി ഉണങ്ങി വെച്ചിരുന്നു. ആണോ? അപ്പൊ ആരാ കപ്പ വറുത്തത്? മാമന് കൊള്ളുമല്ലോ കൂടെ. കുഴി വീണ്ടും കപ്പ ഇരുന്നു. അല്ല, പകുതി കപ്പ കൊഴിക്കാത്തായിരുന്നു. അത് കൊള്ളാം. ഉണക്കല്ലായിരുന്നു. അന്നേരം ഇത് കൊണ്ടുപോയി വറുത്ത് ഇവന് കൊടുത്തു വിടാം. കപ്പ വറുത്തത് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇക്കൊല്ലം ചക്ക വറുത്തതേ ഇല്ല, നേരം കിട്ടിയില്ല. എന്നാ ചക്ക വറുത്തൊക്കെ 5-6 ഞാൻ തരാം. വാ. ഈ ബേസ്പോർട്ട് പൊറോട്ട വെച്ചു നമുക്ക് ആക്രി വണ്ടി വരുമ്പം അതിന് കൊടുക്കാം. പിന്നെ രാവിലെ കാണാനേ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ മുഷിയിൽ പോകുകയാണെങ്കിൽ ഇവിടുന്ന് തോർത്തുന്നറിയായിട്ട് ഇത്തിരിടാ നടന്നാൽ മതി. അവിടെ വന്നിന് വർത്താനം പറയോ, മൊയിലും കുഞ്ഞിനെ എടുത്ത് വെച്ച് കളിപ്പിക്കോ, ഒറ്റക്കുഞ്ഞിന്റെ കൂടെ നടക്കോ, അമ്മയുടെ കൂടെ ഇരിക്കുക, ടി വി കാണുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളാരെങ്കിലും പിള്ളേർ വരുവാണെങ്കിൽ ഒന്ന് കാണണമെങ്കിൽ പോലും. നൈറ്റിയൊക്കെ മാറാൻ പോകണോ? അടുക്കള പണിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് മാറിയൊക്കെ ഇട്ടോ. കറുനാരങ്ങ കറുനാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെയാണ് അല്ല, തോട്ടിയുണ്ട്. ഇവിടെ തോട്ടിയുണ്ട്. തോട്ടിയുണ്ട് ഇവിടെ. ഇരുമ്പ് തോട്ടിയുണ്ട്. നല്ല കപ്പയൊക്കെ നിൽക്കും കേട്ടോ. ഇത് ഇവിടുത്തെ വാടകക്കാർ നട്ടിട്ട് പോയതാ. അതെ, ഈ കപ്പയൊക്കെ നട്ട് അത്യാവശ്യം വലിപ്പത്തിന് അവരെ മാറി സ്ഥലം വിൽക്കുകയും ചെയ്തു, വാടകക്കാർ പോവുകയും ചെയ്തു. ഇപ്പൊ കപ്പ തിന്നാൻ അവകാശം നമ്മക്കാ. ഇനിയിപ്പം നിനക്കും ചേച്ചിക്കൊക്കെ വരുമ്പം ചേമ്പും ചേനയൊക്കെ നട്ടു വെക്കാന്നാ രാധമ്മ പറഞ്ഞേ, പറിക്കാനായിട്ട്. പണ്ടത്തെ തറവാട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ തിന്നാനൊക്കെ കിട്ടുമായിരുന്നു. എപ്പം ചെന്നാലും കാച്ചില്, ചേമ്പ്, ചേന, കപ്പ, എന്തേലും വാഴക്കൊല, എന്തേലും കാണുമല്ലോ. ഇനിയിപ്പോ ഈ വർഷം എല്ലാം നട്ടിട്ട് അടുത്ത കൊല്ലത്തേനെ ഇവിടെ എല്ലാം ആവുള്ളൂ. രാധമ്മ എപ്പോഴും പറയായിരുന്നു, എൻ്റെ മോന് വരുമ്പം ചേമ്പ് പറിക്കുക, 2 ചേമ്പ് നട്ടു വെക്കണമെന്ന്. തോട്ടി കണ്ടില്ലേ? നോക്കാം നമുക്ക്. അയ്യോ, അടിയൊന്നും കൊള്ളുന്നില്ല. കപ്പ കടിച്ചോണ്ടിരിക്കണോ? ചുമ്മാ അടിച്ചേ. നല്ല വറുത്ത് കഴിഞ്ഞാൽ നല്ല കറുമുറാന്നിരിക്കും, നല്ല രസമാണ്. ഇച്ചിരി കട്ടൻ ചായം കൊണ്ടിടണം. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്തുണ്ടല്ലോ, നല്ല മഴക്കാലത്തൊക്കെ വറുത്ത് കട്ടൻ ചായയൊക്കെ ഇട്ട് തിന്നാലോട്ട് അങ്ങിരിക്കണം. കഥയൊക്കെ പറഞ്ഞു നമ്മൾ ഒരുപാട് നേരം തിന്നകത്ത് രാമനകത്ത് വീഡിയോ നിർത്തില്ല. ആളുടെ സൗണ്ടൊക്കെ ഇടറാൻ തുടങ്ങി. പിന്നെ മക്കളെ പറ്റി എന്നെ പറയുമ്പോൾ അമ്മേനെപ്പോലെ തന്നെയാണ്. അമ്മേനൊക്കെ സെയിം മൈൻഡ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേന് പെട്ടെന്ന് ഇവരുടെ സൗണ്ട് ഇടറും, സങ്കടം വരും. നമ്മുടെ അമ്മേനെ പിന്നെ എല്ലാവർക്കും അറിയില്ല. സ്ഥിരം മിക്ക വീഡിയോയിലും അമ്മ ചേച്ചിയുടെ എൻ്റെ മാളൻ്റെ ഒക്കെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അന്നേരം നമുക്ക് സങ്കടം വരും. വീട് വയ്ക്കുന്ന രാമനെ വീട് വയ്ക്കുന്ന വീഡിയോ ഒക്കെ തോന്നുന്നു. അമ്മ പെട്ടെന്ന് സൗണ്ടൊക്കെ ഇട്ടറി. അതുപോലെ തന്നെയാണ് രാമന് എന്തെങ്കിലുമൊക്കെ ഇമോഷണലായിട്ട് പറയുമ്പോൾ ഇവർക്ക് സൗണ്ട് അങ്ങോട്ട് അടഞ്ഞിട്ട് കരച്ചില്ല പെട്ടെന്ന്. അതെന്നാന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിൽ ഓർക്കുമ്പോഴാണ് നമ്മുടെ സൗണ്ട് ഇടറുകയും സങ്കടം വരികയും കണ്ണ് നിറയുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമല്ലോ. എനിക്ക് ഓരോട്ട് ഇങ്ങനെ കരയുന്നൊന്നും വീഡിയോ ഇടുന്നൊന്നും എനിക്ക് ഇഷ്ടമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷനാണ്, അത് ശരി തന്നെ. പക്ഷെ എന്നാൽ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ഇതല്ലേ. ഞാൻ എന്നോ ഒരു ദിവസം മാളിക്കുട്ടിയാണ്ട് ചേച്ചി കൊച്ചി ക്യാമ്പിന് പോയിട്ട് വന്നതാണ്. കൊച്ചി കാണാൻ പോകുന്നത് എന്തിനിങ്ങനെ കരയണ വീഡിയോ ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ കമൻറ്റ് വന്നു. അതുപോലെ എനിക്കാണ് ഭയങ്കര വിഷമമായി. എന്നിട്ട് കൊച്ചിന് ഇമോഷൻ നമ്മൾ വീഡിയോ ഇട്ടത്. പക്ഷെ അങ്ങനെ കമൻറ്റ് ചെയ്തു. അത് പിന്നെ ഞാനിങ്ങനെ ഒരു കരയുന്ന വീഡിയോ വന്നാലും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കും. അതിന് കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ ഹാപ്പിനെസ് കാണാൻ. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, നമ്മുടെ മനുഷ്യനല്ലേ, ചിലപ്പോൾ ഇച്ചിരി സങ്കടമൊക്കെ വന്നെന്നൊക്കെ ഇരിക്കും, വരും, സങ്കടം വരും. എന്നാലും പരമാവധി നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരിലോട്ടും എത്തിക്കുന്നത്. നീ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പി, ഡബിൾ ഹാപ്പി. ഞാനൊരു 100 ഹാപ്പി. എനിക്കൊന്നാ ആക്സിഡന്റ് പറ്റി ലീവ് എടുത്തിരുന്ന അറ്റൻഡൻസ് നല്ല ഷോർട്ടേജ് ആണ്. എന്നാലും ഞാൻ മേടിച്ച് കൊടുത്തിട്ടെന്നാ പോകാന്ന് ഞാൻ ഇന്നും ലീവ് എടുത്തത്. അപ്പോൾ എനിക്ക് 2 ദിവസം അറ്റൻഡൻസ് പോയി. നാളെ എനിക്ക് ചെന്നിട്ട് ക്ഷീണമാണേലും നാളെ ക്ലാസ് പോസ്റ്റ് ചെയ്യാം. രാവിലെ 8 തൊട്ട് 4 വരെ നിൽക്കണം വാർഡില്. അപ്പം എന്ത് കാണിച്ചാലും നാളെ കൺഫേം ആയിട്ട് പോകണം. പോകാതിരിക്കാൻ പറ്റും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിയാലേ അത് ചെയ്തു തന്നെ പോകണ്ടേ. സത്യം പറഞ്ഞാൽ ലീവൊക്കെ എടുത്തൊരു 3-4 ദിവസം വീട്ടിൽ വന്ന് സന്തോഷത്തോടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം. 10 മണി വരെ കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല.
ഈ ഞാൻ പറയണേ നേഴ്സിംഗിനൊക്കെ അഡ്മിഷൻ എടുത്ത് പിള്ളേരുടെ പറയണേ നിങ്ങളിപ്പം വേണമെങ്കിൽ കിടന്നില്ല ആവശ്യമായിട്ട് ഉറങ്ങിക്കോ. നിങ്ങൾക്ക് ഇനി ഒരു ബാംഗ്ലൂരും മംഗളൂരൊക്കെ സീറ്റ് എടുത്ത് പിള്ളേരെ ഇനി ഒരു 2-3 മാസം നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി ആവശ്യമായിട്ട് ഉറങ്ങാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും നേഴ്സിംഗൊക്കെ അഡ്മിഷൻ എടുത്തെന്ന് അറിയാം. എന്നാൽ ഇനി ആരെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കോളേജ് എടുത്തു തരാം. ക്യാൻസലേഷൻ സീറ്റൊക്കെ ഉണ്ട്. അതായത് ഇപ്പം കോളേജിൽ പറയുന്നതിനേക്കാളും ഫീസ് കുറച്ച്, അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ആണെങ്കിൽ ക്യാൻസലേഷൻ സീറ്റ് ഉണ്ട് എല്ലാ കോളേജിലും. അത് നമുക്ക് കിട്ടും, ഡയറക്റ്റ് കിട്ടും. അപ്പോൾ അത് ഒരു കുറഞ്ഞ ഫീസിൽ 8 ലക്ഷം രൂപയ്ക്ക് എടുത്തു തരാൻ പറ്റും. എന്നിട്ട് ഞാൻ 2 പിള്ളേർക്ക് അങ്ങനെ എടുത്തു കൊടുത്തു. പോവാം. പിന്നെ കുറേ പിള്ളേരൊക്കെ LBS നോക്കിയിരിപ്പുണ്ട്. LBS നീറ്റിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിരിപ്പുണ്ട്. അപ്പം അങ്ങനെ വരുന്നത് നീറ്റ് സ്കോറും LBSൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ കുറവാണെങ്കിൽ ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല കോളേജിൽ സീറ്റ്, അതായത് മെഡിക്കൽ കോളേജിലൊക്കെ സീറ്റ് ഫില്ലായി പോകും. എന്നാലും ക്യാൻസലേഷൻ സീറ്റ് ഉണ്ട്. അത് ആർക്കും അറിയത്തില്ല അങ്ങനത്തെ കേസൊക്കെ. അത് മാനേജ്മെൻറ്റ് സീറ്റായിട്ടാണ് പറഞ്ഞത്. അതൊക്കെ അങ്ങനെയുള്ള സീറ്റൊക്കെ നമുക്ക് എടുത്തു തരാൻ പറ്റും. അത് നല്ല INC KNC ഉള്ള പഠിപ്പിലൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല കോളേജിൽ. അപ്പോൾ എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ആണെന്നൊരു ചേട്ടന് ക്യാൻസലേഷൻ സീറ്റ് ഞാൻ എടുത്തു കൊടുത്തു. അപ്പോൾ ഇപ്പോഴത്തെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ്. അച്ഛൻ ഒറ്റയ്ക്ക് 3 ലക്ഷം രൂപ കുറച്ച് ഞാൻ എടുത്തു. അപ്പം അങ്ങനെ കുറച്ച് കാര്യമാണ്. നമ്മളെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ എന്നു വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ എന്നെ ഇപ്പം അറിയാവുന്നവരാണല്ലോ എന്നെ കോൺടാക്ട് ചെയ്യണം. അപ്പം നമുക്ക് അതനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം കൊണ്ട് പൈസ കൊടുക്കും. അവിടെ ഇവിടെയൊക്കെ കൊണ്ട് പൈസ കൊടുത്തിട്ട് INC KNC ഇല്ലാത്ത കോളേജിൽ കൊണ്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ചുമ്മാ പിന്നെ കൈയിട്ടടിക്കാം. ഇതുമ്പം നമുക്ക് എന്നെ അറിയാലോ. ഞാൻ ഏതായാലും എന്നെ കോൺടാക്ട് ചെയ്യുന്നവരെ പറ്റിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പം അപ്പോൾ ഒരാൾ തോട്ടി എടുത്തിട്ട് മുരിക്കലൊക്കെ ചെത്തിന് മൊയിലിന് കൊടുക്കാൻ ഞാൻ എടുക്കണം. അപ്പാ അതാ വഴിയിലോട്ട് വെക്കാം, അവിടെ നിന്ന് എടുക്കാം. അത് കൊച്ചിനെ പറച്ചിലാണല്ലോ. അപ്പം പോവാല്ലേ? എന്റെ മോനെ ഈ മറവി പിടിച്ച അങ്ങനെ കൂടെയാണ് വീണ്ടും തുറന്നു കയറണം. അത് ശരിയാ. അപ്പം മറവി ഇല്ലെന്ന് അർത്ഥം അല്ലേ? എനിക്കതല്ല ഈ മുറ്റത്ത് വരുമ്പോൾ ഒരു സങ്കടമാട്ടോ. എനിക്ക് ചെറിയൊരു വിഷമമാണ് എനിക്കിവിടെ വരുമ്പോൾ. സാധാരണ ഞാൻ കൊച്ചച്ഛൻ മരിച്ചു ഇങ്ങോട്ട് നോക്കാറില്ല. ഈ വഴി പോയാലും ഞാൻ ഇങ്ങോട്ട് നോക്കാറില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു കൊച്ചച്ഛനോട്. മനസ്സിൽ പുറമേ നമ്മുടെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ആരോടും അങ്ങനെ കാണിക്കുമല്ലോ. നമുക്ക് ഇല്ലാതാകുമ്പോഴാണ് ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാകണേ. ഈ ഒരു വഴിയില്ലേ ഫുള്ള് പോയി കിടക്കുമായിരുന്നേ. നമ്മൾ മണ്ണെടുത്തപ്പം പപ്പ ഇവിടെ മണ്ണ് നിരത്തി ആ കുഴിയെല്ലാം നികത്തി 4 ലോഡ് മണ്ണിട്ടാണ്. എന്നിട്ട് JCBക്ക് തട്ടി നിരത്തി എല്ലാം വൃത്തിയാക്കി. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ വഴി സുഗമമായിട്ട് പോകാൻ പറ്റുന്നു. ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലെ വരുന്ന ഓട്ടോക്കാർ പോലും നമ്മളോട് പറഞ്ഞു, കുട്ടായിച്ചേട്ടാ മണ്ണെടുക്കുവാണെങ്കിൽ ഒരു 2-3 ലോഡ് ആ വഴിയിലിടണം. ഒരു തരത്തിലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും അടിക്കുമെന്നാ പറഞ്ഞത് ഓട്ടോ വരുമ്പോഴേ. അപ്പൊ ഈ വഴി നമ്മൾ ശരിയായി. നമുക്ക് ആ പാടെ പറ്റിപ്പോയത് അപ്പുറത്തെ മണ്ണിട്ടത് മാത്രമേ ചെളിയായതുള്ളൂ. ആ തോട്ടി കൊണ്ടുപോയിട്ട് പപ്പാടെ വെള്ളലേക്ക് കുത്തിയേക്കല്ലേ. അരുവാ തോട്ടിയാ. നമ്മുടെ മാളക്കുട്ടിക്ക് പനി പിടിച്ചു കേട്ടോ. കോളേജിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് പോന്നു ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറഞ്ഞ്. ഇപ്പം നമ്മുടെ ഉപ്പുപാറ ഹോസ്പിറ്റലിൽ നമ്മൾ കിടക്കുകയാണ്. മാളക്കുട്ടിക്ക് ഭയങ്കര ക്ഷീണമാണ്. മാളക്കുട്ടിയുടെ അടുത്ത് പപ്പ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. കൊച്ചിന് പനിയായിട്ട് പപ്പായ്ക്ക് ആകെപ്പാടെ ഒരു മൂഡ് ഔട്ടാണ്. കുറയുന്നില്ല. ആ റിസൾട്ട് വന്നാലേ ഇനി എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല ക്ഷീണവും നല്ല കടുത്ത പനിയുമാണ്. ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ആകെപ്പാടെ ആളങ്ങ് ക്ഷീണത്തിലാണ്. ഇനിയിപ്പം ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്തത് യൂറിൻ പരിശോധിക്കാൻ കൊടുത്തേക്കാൻ റിസൾട്ട് വന്നാലേ ഇനി എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ പോവാ. കറക്റ്റ് 12:45 കൊറിയറായി 2 അയക്കാണ്ട്. അപ്പം പപ്പ മാളക്കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ പോയേക്കായിരുന്നു. അപ്പൊ വന്നേ ഉള്ളൂ.
വണ്ടി ഇല്ലാത്തോണ്ടേ കറക്റ്റ് പെടലേക്ക് ഒരു കുരുവും ഒന്ന് പൊട്ടി. അതിനുണ്ട്. അപ്പൊ ഞാൻ ആ കൊറിയർ അയച്ച് മുടി ഒന്ന് വെട്ടി, താടി ക്ലീൻ, നാളെ തൊട്ട് പോസ്റ്റിംഗ് ഉണ്ടോ, താടി ക്ലീൻ ഷേവ് ചെയ്യാം. അപ്പം കുറച്ച് സാധനം കൊണ്ടുള്ള സാധനം മേടിക്കാനുണ്ട്. അതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി. അപ്പൊ ഞാൻ പോയിട്ട് വരാം. എന്നാ പോയിട്ട് വാ. എന്നാ ഹോസ്പിറ്റലിൽ പോയിട്ട് പറഞ്ഞേ? ഹോസ്പിറ്റലിൽ പോയിട്ട് നാളത്തെ കഴിഞ്ഞ് ഒന്നും കൂടെ കൗണ്ട് നോക്കണം. കൗണ്ട് ഇച്ചിരി കൂടി വരുന്നുണ്ട്. എന്നാലും ക്ഷീണമാണ്. ട്രിപ്പിടാന്ന് പറഞ്ഞായിരുന്നേ. നീ ഇപ്പോൾ ഇന്ന് പോവുമല്ലേ, അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു പയ്യൻ പോവുക, അതുകൊണ്ട് ഞങ്ങൾ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. കുറഞ്ഞില്ലല്ലോ, നാളെ എവിടെയെങ്കിലും കൊണ്ട് അഡ്മിറ്റ് ആക്കാം നല്ലൊരു ഹോസ്പിറ്റലിൽ. എന്നിട്ട് ഒരാഴ്ച വല്ല ഇട എന്നാലും ശരിയാവുള്ളൂ. എന്ന് വെച്ചാൽ കൗണ്ട് കുറഞ്ഞ വിഷയം കേട്ടോ, ബ്ലീഡിങ് ഒക്കെ ആവും ചിലപ്പോൾ. അപ്പം ഇത്തിരി പ്രശ്നമാണ്. കിടപ്പ് തന്നെയാണ് അവള്, മോഹം കൊല്ലാണ്ടിരിക്കുക. അതാ നമ്മള് വീഡിയോ ഒന്നും കാണിക്കാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ പോയി, ഇപ്പൊ ഞാൻ വന്നോണ്ട് ഇവർക്ക് തിരക്ക്, അവിടെ കാര്യം നോക്കാൻ പറ്റുന്ന എന്റെ എല്ലാവരും ഒരുമിച്ച് നോക്കണ്ടേ. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആവും. അപ്പം നോക്ക്, നിനക്ക് മേടിക്കാനുള്ള സാധനം എല്ലാം മേടിച്ചോളെ. അമ്മ പഴംപൊരി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ മേടിച്ചോണ്ട് വന്ന കേട്ടോ, അത് കഴിക്കാൻ പോലും ഇതുവരെ സമയം കിട്ടിയില്ലെന്നുള്ളതാ. അപ്പം ഇത് ചെറുതേനും ഇത് വാളം മറ്റേ കുടംപുളി കേട്ടോ. ഇതുകൊണ്ട് അയച്ചു വേണം. താക്കോല് വണ്ടിയിലാന്ന് തോന്നുന്നു. അയ്യോ തുമ്മുന്നു. കൊണ്ട് അയച്ചിട്ട് വരാവേ. ഇത് ഒരെണ്ണം DTDC, ഒന്ന് പോസ്റ്റ് ഓഫീസിലോ. ഒരെണ്ണം കൂടെ നമുക്ക് അയക്കാനുണ്ടായിരുന്നു. പാക്ക് ചെയ്തില്ല. പാക്ക് ചെയ്തിട്ട് നാളെ അയക്കാം. ഇന്നലെ ചെടി അയക്കാണ്ടോ, അത് ഞാനും ഉപയോഗം കൊണ്ട് അയച്ചു. 8 പേർക്കാണുണ്ട്, 8 പേർക്ക് 6 പേർക്കാണുണ്ട്, അത് അയച്ചു. ഇനി കുറച്ച് സാധനങ്ങൾ ഓർഡർ വന്നിട്ടുണ്ട്. നല്ല കുരുമുളകൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണേൽ പറഞ്ഞാൽ മതി, അയച്ചു തരാം. ഇപ്പോഴാണേലും നല്ല വെയിലുണ്ട്. പോയി അയച്ചിട്ട് വരാവേ. മുടി വെട്ടണം, മുടി വളർന്നു വരുമ്പോഴേ ഉള്ളതല്ലേ. മുടി വെട്ടിയിട്ട് വരാവേ. മുടി വെട്ടാൻ പോയിട്ട് മുടി വെട്ടിയ ലക്ഷണം കാണുന്നില്ലല്ലോ. അങ്ങനെ ആൺപിള്ളേരും മുടി വെട്ടാൻ തോന്നുന്ന ദിവസം ഏതായിരിക്കും? ചൊവ്വാഴ്ച ദിവസം. ഞാനും മറന്നു പോയടാ. ചൊവ്വാഴ്ച ദിവസം അന്നാണ് ഈ കട അവധി. പിന്നെ ഞങ്ങൾ ഒരാഴ്ച കൂടെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. സത്യം പറ, നീ പോയപ്പോ ഇന്ന് ചൊവ്വാഴ്ച എന്നുള്ള കാര്യം ഞാനും മറന്നുപോയി. ടേപ്പല്ലേ, ടേപ്പ് തീർന്നിരിക്കുമായിരുന്നു. ഈ ഒറ്റ 400 സംതിങ് വിലയാ. 450 രൂപ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പം. ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെറിയ ബോക്സ് ഒക്കെ ആണെങ്കിൽ ഒരു 5-6 ബോക്സ് വരെ ഒട്ടിക്കും കേട്ടോ. വലിയ വെട്ടിയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ഞാൻ വേണ്ട പുളിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് റാപ്പ് ചെയ്യണ്ട. കുട്ടികൾ അതിന് തന്നെ ആയിരുന്നു. കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, പൊടി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നല്ലൊരു റാപ്പ് ചെയ്തല്ലോ. അപ്പൊ എങ്ങനെ പോയാലും ഒരു 3-4 വെട്ടി ഒട്ടിക്കാനുള്ളൂ. ഈ ഒരു റോളിന് 450 രൂപ 475 രൂപയൊക്കെയാ കേട്ടോ. അപ്പൊ നമുക്കൊരു 50 രൂപ ലാഭം കിട്ടി കഴിഞ്ഞാൽ ഒരു ബോക്സിന് ഒരു 10-15 രൂപ പോകും. വണ്ടി ഓടുന്നതും ടേപ്പും എല്ലാം 10-30 രൂപ ഉണ്ടായിരിക്കില്ല. എനിക്ക് ഉണക്കി കൊണ്ടാൻ വേണ്ടിയുള്ള സാധനം മേടിച്ചത്. ഒരു ഫിഷ് മസാല മേടിച്ചിട്ടുണ്ട്, മീൻകറി വെക്കാൻ വേണ്ടി. വേറെ എല്ലാം മറ്റേ തുണ്ട് എഴുതിയെല്ലാം മേടിച്ചോ? ബാക്കിയെല്ലാം മേടിച്ചു അല്ലേ? വിശക്കാൻ തുടങ്ങിയോ? പിന്നെ ഇന്നലെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത്. ഇന്നും അതുപോലെ തന്നെ കഴിക്കാൻ മാത്രം പ്രോപ്പർ നടക്കുന്നില്ല. അവിടെ വെച്ച് പിന്നെ നടക്കുന്ന 2 മണിയാകുമ്പോൾ പോസ്റ്റിംഗ് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കഴിക്കും. അവിടെ അന്നേരം പോസ്റ്റിങ് പഠിത്തം മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് 100 ഓട്ടം പണിയല്ലേ, അതാ നടക്കാതെ. എനിക്ക് തോന്നുന്നു അവിടെ ഒരാഴ്ച കഴിയുമ്പോ ഇങ്ങനെ തോന്നുന്നു എന്നാ പോയാലോ ഇതാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുണ്ടി കുത്തിയിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഇനി വരുന്നുണ്ടോ? രാധമ്മ ഇവിടെയുണ്ട്, ചോറ് തരാം. ഇനി അത് കൊള്ളത്തുമില്ല. രാധമ്മോ, എന്തിനാ ഈ ധൃതി വെച്ച് ഇങ്ങോട്ട് സ്ഥലം മേടിച്ച് വന്നേ? അതുകൊണ്ടല്ലേ ഈ കഷ്ടപ്പാടൊക്കെ പെടേണ്ട വന്നേ. ഈ അടുത്തോട്ട് വന്നോണ്ടല്ലേ ഈ കഷ്ടപ്പാടൊക്കെ പെടേണ്ട വന്നേന്ന്. ദൂരെ കിടക്കുവാണെങ്കിൽ ഇപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാരിയൊക്കെ ആണെങ്കിൽ ഓടി ആദ്യം വന്നിട്ട് അതൊക്കെ ചെയ്യേണ്ടി വരും. അത് കുഴപ്പമില്ല. ഇന്ന് തന്നെ രാവിലെ മാളക്കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അന്നേരം ഞാൻ രാവിലെ തന്നെ അമ്മയെ വിളിച്ചു. അമ്മയെ മോനൂന് ഇന്ന് പോകണം, ഇച്ചിരി മീനൊക്കെ മേടിച്ച് വറക്കണം, പിന്നെ ഇച്ചിരി ബീഫൊക്കെ കൊടുത്തിക്കൊണ്ട് പോകണം, മോര് കാച്ചിക്കൊണ്ട് പോകണം എന്ന് ഇതിന് ഇതൊക്കെ കൊടുത്തു വിടുന്നതാണ് നമ്മളെ. അന്നേരം ഒരാഴ്ച അത് കഴിഞ്ഞ് പൊക്കോളൂല്ലോ. അന്നേരം അമ്മ പറഞ്ഞു നീ പൊക്കോ കൊച്ചിനെ കൊണ്ട് ഞാനെല്ലാം ചെയ്തോളാന്ന് പറഞ്ഞു. രാവിലെ തൊട്ട് വന്ന് ഓരോന്നും ചെയ്യുന്നതാണ്. അപ്പൊ താഴെ അന്നേരം വിളിച്ചാൽ അന്നേരം വരും കേട്ടോ. നമ്മൾ ഓട്ടോ കൊണ്ട് പോയി അന്നേരം രാവിലെ കൊണ്ടുവരും. ഇവിടെ അന്നേരം വന്ന് വേണ്ടുന്ന എല്ലാം ചെയ്ത് വരക്കി തരുകയും ചെയ്യും. അന്നേരം ഇനിയിപ്പം മീനും കൂടെ വറക്കണം, മോര് കാച്ചി വെച്ചു, ബീഫ് വേകാൻ വെച്ചു,
ഇച്ചിരി അധിക സമയമില്ല. ഞാൻ കപ്പയും കൂടെ വറക്കണം. കപ്പയും കൂടെ വറക്കണം. എനിക്ക് കപ്പ വറുത്ത് തരണമെന്ന് രാവിലെ. ഞാൻ പലഹാരം മേടിച്ചു, അത് ഇവിടെ വെച്ച് ഞാൻ വരുന്നുണ്ട് ഓണത്തിന് വരുമ്പം. ചിലപ്പോ അങ്ങ് വരില്ല. വേണ്ട, കുപ്പിക്കകത്തിട്ട് വെക്കാമേ. കുപ്പിക്കകത്തിട്ട് വെച്ചോ. ഇപ്പൊ സമയമില്ലല്ലോ, സമയമില്ല, വറക്കാൻ സമയമില്ല. കുപ്പിക്കകത്തിട്ട് വെച്ചിട്ട് ഓണത്തിന് വരുമ്പോ കൊണ്ടോ വറുത്ത് തന്നൂടാ. ഇപ്പൊ ചക്കവറുത്തൊക്കെ ഇരിപ്പുണ്ട്. പപ്പ വിളിക്കുന്നുണ്ട് മറ്റേ കടച്ചക്ക പറിക്കാൻ വരാൻ. ആണോ? ഞാൻ അങ്ങോട്ട് പോട്ടെ. പപ്പ കടച്ചക്ക പറിക്കാൻ കേറി മണ്ടേല് രാവിലെ തൊട്ട് പറയാ വാ പറിക്കാം. എത്തുവോ വാ? കാണത്തില്ല, വെയിലാ. നമ്മുടെ വേറെ രേണി നമുക്കുണ്ടായിരുന്നേ. അത് നമ്മുടെ വാവജ്ഞാണ് എന്തോ ആവശ്യത്തിന് ചക്കയിടാൻ അങ്ങനെ എടുത്തോണ്ട് പോയി. അന്നേരം നമ്മുടെ കോവേണി മണ്ടയിലിരിക്കുവായിരുന്നു. അത് എടുത്തോണ്ട് വന്ന് കെട്ടി വെച്ച് മണ്ടാക്കി. അതൊരു കുറച്ച് ദിവസം അതെ കെട്ടി വെച്ചു തീരുന്നിടം വരെ. എന്നിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പം എങ്ങനെ അയച്ചെത്താൻ തീരും. മണ്ടയല്ല വലുതല്ല അല്ലേ? അപ്പുറത്ത് വേറെ ചേട്ടൻ്റെ കേട്ടോ. പിന്നെ ഒരെണ്ണം വീണിട്ടുണ്ട്. പിന്നെ വേറെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ള എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ രാധമ്മയുടെ കയറി താമസത്തിന് നമ്മൾ അപ്പുറത്ത് വീട്ടിലായിരുന്നു, രാധമ്മ വീട്ടിലായിരുന്നു. ഇവിടെ അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഇടയ്ക്ക് 1-2 പേര് നമ്മുടെ വീട് കാണാൻ വന്നതേ ഉള്ളായിരുന്നു. അല്ലാതെ ഫുൾ ടൈം നമ്മൾ അവിടെയായിരുന്നു. ഒരു ദിവസമൊന്നുമല്ല, ഒരു 3-4 ദിവസമായിട്ട് രാധമ്മയുടെ സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രാധമ്മയുടെ കൂടെ തന്നെയായിരുന്നു. നമ്മുടെ കടച്ചക്ക ഇവിടെ ഈ അപ്പുറത്തെ പറമ്പിലെ കടച്ചക്ക പറിക്കാൻ വന്നിട്ട് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, തോട്ടിയാണ് വെച്ചാൽ എനിക്കൊരെണ്ണം പറിക്കണം എന്ന് പറഞ്ഞു. അന്നേരം തോട്ടി ചേച്ചി ഇവിടെ വെച്ചിട്ട് പോയി. ഒരു ടീം നമ്മുടെ കടച്ചക്ക നമ്മുടെ 3-4 മൂത്ത് നിൽപ്പുണ്ടായിരുന്നു. അത് ഒന്ന് രാധമ്മയ്ക്കും അച്ചമ്മയ്ക്കും അനിയ സന്തോഷിനും ഒക്കെ 2 കൊടുക്കാനൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തിയിരുന്നതാണ്. അന്നേരം നമ്മുടെ കടച്ചക്ക ഒരു 5-6 ഒരു ടീം പറിച്ചുകൊണ്ട് പോയി. ആളാരെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ക്യാമറയിൽ നോക്കി. ആളാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നമ്മളിത് പുറത്ത് പറയുന്നില്ല. അതിലൊക്കത്തുള്ള ചേച്ചി ചോദിച്ചു, അതിനെ കടച്ചക്ക ഇത് കാണാതെ പോയോ, ഒത്തിരി ഉണ്ടായിരുന്നല്ലോ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മൾ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അത് ചിലർക്ക് അറിയത്തില്ല നമ്മുടെ വീട്ടിൽ ക്യാമറ ഉള്ള കാര്യം. നമ്മുടെ ഈ ഫ്രണ്ടേജ് ഫുൾ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള 3-4 വീട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അത് അറിയത്തില്ല, അത്ര ഒന്ന് പെട്ടു കേട്ടോ. ഇന്നലെ പപ്പ ഒരു വാഴവിത്ത് പറിച്ചു വന്നിട്ട് ഒരു ചേച്ചി വന്നിട്ട് എടുത്തിട്ട് പോയി. അത് കറക്റ്റ് സ്വർണ്ണമൊന്നും അല്ലല്ലോ ഫോട്ടോ, സാരമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളത് വിട്ട് കളഞ്ഞു. എന്നാന്ന് വെച്ചാൽ 2 കടച്ചക്കയല്ലേ, ഇല്ലാത്തവരല്ലേ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. കറി വെക്കാനല്ലേ, കഴിക്കാൻ വേണ്ടിയല്ലേ, ഒന്നും സാരമില്ല. മതി, ഇപ്പം എല്ലാം പറിക്കണ്ട. മൂത്ത് 2 തവണ പറിച്ചോ. സന്തോഷിച്ചിരിക്കും 2 എണ്ണം കൊടുക്കാം. സന്തോഷം 2 എണ്ണം കൊടുക്കണം, ഇതുവരെ കൊടുത്തില്ല. അച്ഛമ്മക്ക് പിന്നെ ഞാൻ 1 കൊടുത്തു വിട്ടു. അച്ഛന് ഇന്നലെ വന്നപ്പോൾ എപ്പം വന്നാലും ഓരോ കടച്ചക്ക ഞാൻ കൊടുത്തു വിടും. നല്ല വിളഞ്ഞു തോന്നേ. നല്ലോണം വിളഞ്ഞു. ഈ താഴെ കിടക്കുന്നൊക്കെ ചെറുതാ, അതൊക്കെ അമ്മ വന്നപ്പോൾ ചാന്തിയപ്പച്ചിക്ക് 3-4 ദിനം കൊടുത്തു വിട്ടു. ആര് വന്നാലും ഉള്ളതിൽ ഓരോ ഓഹരി നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളിവിടെ കറി ഒരു പ്രാവശ്യം വെച്ചോളൂ. നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ള മടിയുള്ള ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സുഖമായിട്ട് തരും. എന്ത് അതുപോലെ തന്നെ ഈ ചേച്ചി കേട്ടോ, നമ്മൾ ഈ അപ്പുറത്തെ കടപ്ലാവ് നിൽക്കുന്ന നമ്മൾ സ്ഥലം മേടിച്ച വീട്ടിലെ ചേച്ചിയാണ്. ആ ചേച്ചി എല്ലാവർക്കും കൊടുക്കും. നമ്മളിത് മേടിച്ചോണ്ടാട്ടെ നമുക്ക് ഈ ഒരു ചെറിയ കടപ്ലാവ് കിട്ടിയത് ഇല്ലേ. ആ ചേച്ചിയിലാണ് ഇത് 2ഉം. ആ ചേച്ചി പറിക്കുമ്പോൾ എല്ലാം ഒരു 2 തരും. ഇവിടെ ഇല്ലെങ്കിൽ എനിക്കുള്ള ആ മുറ്റത്ത് വെച്ചിട്ട് പോകും, 2 വെച്ചിട്ട് പോകും. മുളമ വരുമ്പം എടുത്തോ കേട്ടോ എന്ന് വിളിച്ചും പറയും. അങ്ങനെ എല്ലാ സാധനവും തരുന്നതാണ്. അതെ, ഉണ്ട് ഉണ്ട്. ഞാനൊരു 4 കൊണ്ടോ കടച്ചക്ക തോരനൊക്കെ വെക്കാം. അയ്യോ, അടിപൊളിയായിട്ട് മൂത്ത്. അപ്പോൾ എല്ലാവർക്കും 2 കൊടുക്കാം. ഇനിയും ഉണ്ടൊരു 10-15 കൂടെ പറിക്കാനുണ്ട്. ചെറുതാ, പൊട്ടാ. ഞാൻ 2 തവണ കൊണ്ടുപോയി. കൊച്ചച്ചക്ക് 2 കൊടുത്ത്, അമ്മയ്ക്ക് 2 കൊടുക്കും തന്നെ തീരും. അച്ഛക്ക് 1 എടുത്ത് വെച്ചാൽ മതി. കറ പറ്റിയ പൂവ് അരക്കൻ്റെ കയ്യെ പറ്റി. പിന്നെ നമ്മുടെ ഇവിടെ പണിയാൻ വന്ന ഒരു ചെറുക്കനുണ്ടേ, അവന് 2 കൊടുക്കണം കേട്ടോ. അവനെ വിളിച്ചാൽ മതി, വെച്ചിട്ടുണ്ടെന്ന്.
അവൻ വന്ന് എടുത്തോണ്ട് പൊക്കോളും. ആ അവൻ എപ്പം പണിയാൻ വന്നതുകൊണ്ടോ ഇത് പൊട്ടായിരുന്ന സമയത്താണേലും ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് ചേച്ചി ഇത് മൂത്ത് ചേച്ചി ഇത് പറിക്കാറായി ചേച്ചി എനിക്ക് വറുത്തരച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരെണ്ണം തരാമെന്ന് ചോദിച്ചു. അന്നേരമൊക്കെ നമ്മുടെ പൊട്ടായിരുന്നു. അന്നേരം പപ്പ പറഞ്ഞു നമ്പർ തന്നേടാ ഞങ്ങൾ മൂത്തിട്ട് പറിക്കുമ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. മണ്ണി വന്നേട്ടല്ലേ? മണ്ണ് ചോദിച്ചേട്ടൻ. അന്നേരം അവർക്ക് ഈ സാധനം ഇല്ലെന്ന് പറഞ്ഞു. കടയിലൊക്കെ പോയാലും ഒന്നെങ്കിൽ പൊട്ടായിരിക്കും കിട്ടുന്നത്, അല്ല ചില സമയത്ത് ചെന്നാൽ കിട്ടിയല്ല. അതുകൊണ്ട് എനിക്ക് 2 തരാമോ എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. നമ്മളന്നേരം അവന് 2 കൊടുക്കുന്നതായിരിക്കും. പറിക്കലും കഴിഞ്ഞു, വീതിക്കലും വേദിക്കലും കഴിഞ്ഞു. ഇത് വീണപ്പോൾ ചതഞ്ഞ മതി, പഴുത്തല്ല അത്. പഴുത്തല്ലേ കോൺക്രീറ്റ് വേണം. ചതഞ്ഞ പോലെ ഇത് കണ്ടോ, നല്ലപോലെ മൂക്കും ഉണ്ടോ, നല്ല കുറച്ചൊക്കെ ഇത്രയും മൂക്കണം. പുട്ട് പോലെ ഇരിക്കും കറി വെക്കുമ്പോഴേ, വറുത്തരച്ച് വെക്കണം. വറുത്തരച്ച് കറി വെക്കാൻ അടിപൊളിയാ. അപ്പോൾ ഓരോരുത്തരുടെ സെക്ഷൻ തിരിച്ചു വെച്ചേക്കുക. ഇത് മോനിന് കൊണ്ടുപോകാന്, അത് കൊച്ചയ്ക്ക്, രാധമ്മയ്ക്ക്, നിങ്ങൾക്ക്, ഞങ്ങൾക്ക് ഒച്ചമ്മയ്ക്ക് കൊണ്ടേ. പിന്നെ ആ പയ്യന് കൊടുക്കാൻ പയ്യനും 2 കൊടുക്കണം. അത് പറിച്ചില്ല.